നമ്മുടെ ഇന്നത്തെ ഈ നീന്തൽ ജല അപകട ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയ ഭാരവാഹികളെ മികച്ച തുടക്കം കുറിച്ച് വലിയ തോതിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയായി 15 വർഷത്തോളമായി അല്ലേ നടത്താൻ അന്ന് മുൻകൈ എടുത്തതും അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മികച്ച നിലയിലേക്ക് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ, ഇതിനോടെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമായി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ജലാശയം, ഇങ്ങനെ ഒരു നീന്തൽക്കുളം ഇവിടെ രൂപപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് അല്ലേ, ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ഉപയോഗപ്പെടുത്തി എനിക്കൊന്നും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന നാട്ടിലെല്ലാം കണ്ണൂർ പറഞ്ഞാൽ അറിയും, വട്ടക്കുളം എന്ന് പറഞ്ഞാൽ അറിയും. കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് നീന്തി തുടിക്കുകയും നീന്തി കളിച്ച് നീന്താൽ പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. അപ്പൊ ഇങ്ങനൊരു സൗകര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനെ ഈ നാട്ടിന്റെ ഒരു വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്വത്തല്ല. കാരണം ഇതിനകത്തൂടെ നീന്താൽ പഠിക്കുന്നതിലൂടെ നിരവധി ജീവനുകളാണ് ഒരു പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് നീന്താൻ വേണ്ടത്ര നിലയിൽ വശമില്ലാതെ അപകടത്തിൽപ്പെട്ട് മരിച്ചേക്കാവുന്ന നിരവധി ജീവനുകളാണ് ഇവിടെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. നാളെ ലോക മുങ്ങി മരണ നിവാരണ ദിനാചരണം ആണ്. ലോകത്ത് ലോക മുങ്ങി മരണ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നതാണ്. കാരണം ലോകത്താകെ ഒരു വർഷം 2,36,000 പേരോളം, നമ്മൾ കേട്ടാ ഞെട്ടിപ്പോ, ഒരു വർഷം 2,36,000 പേരോളമാണ് മനുഷ്യജീവനുകളാണ് വെള്ളത്തിൽ മുങ്ങി ജീവനുകൾ നഷ്ടപ്പെടുന്നത്. അത് ഇന്ത്യയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ 30,000-ഓളം വരും. അത് കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ശരാശരി 1,500-അടുത്ത് വരും. ഞാൻ ഇന്നലെ മീഡിയക്കാരെല്ലാം വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, വളരെയേറെ സങ്കടകരം എന്ന് പറയുന്നത് ഒരു ദിവസം 4 പേരോളം കേരളത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിന്റെ ഒരു കോമ്പൗണ്ടിൽ അതാണ് കയറി ഒരു ലൈൻ കമ്പിയിൽ തട്ടി കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ എത്രമാത്രം ജാഗ്രതയും ശ്രദ്ധയും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തലും വിലയിരുത്തലുകളും ചർച്ചകളും എല്ലാം നടന്നുകൊണ്ട് പോയി. അത് നമുക്കൊരു കുട്ടി മരിച്ചപ്പെടാം, ആ ഒരു കുട്ടിയുടെ ജീവൻ പോലും നമുക്ക് വിലമതിക്കാനാകാത്തതാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചും ആ കുട്ടി ഒരു പക്ഷെ ആരായി മാറിയേക്കാവുന്ന, സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയേക്കാവുന്ന ഒരു കുട്ടിയായിരിക്കും മരണപ്പെട്ടു പോയത്. ഇതേപോലെ എത്ര ജീവനുകളാണ് പൊലിയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് സമൂഹം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ളൊരു പരിശീലനങ്ങൾ സ്ഥിരമായിട്ട്, ഇതൊന്നും പറയാതെ തന്നെ ഇങ്ങനെയുള്ള ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം തുടങ്ങി വെക്കുകയും, എനിക്ക് തോന്നുന്നു, എനിക്കൊരു അഭിമാനം തോന്നി, എനിക്ക് ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും മാറി വരാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ചെറിയൊരു ഇടവേള വന്നതല്ലാതെ എല്ലാ വർഷവും ഒരു ദിവസത്തെ ഒരു ക്യാമ്പിൽ 2 മണിക്കൂർ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നീന്താൻ പഠിക്കുന്നതിന്റെ ഒരു അപകട സാധ്യതയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ആദ്യം നിങ്ങൾക്ക് എല്ലാവരെയും അഭിനന്ദനങ്ങൾ, നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു 2 വാക്ക് പറഞ്ഞു കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം.